ഡാമുകളിൽ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കാനുള്ള കെഎസ്ഇബിയുടെ നീക്കത്തിനെതിരെ ബിജെപി. ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസ്. ജില്ലയിലെ 24 ഡാമുകളുടെ പരിസര പ്രദേശത്ത് താമസിക്കുന്നവരെയാകും തീരുമാനം പ്രതികൂലമായി ബാധിക്കുക. സംസ്ഥാനത്തെ കെഎസ്ഇബി ഉടമസ്ഥതയിലുള്ള 59 ഡാമുകളിൽ ബഫർ സോൺ വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് വൈദ്യുതി മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ജില്ലയിലെ ജനങ്ങളിൽ വീണ്ടും ആശങ്ക ഉടലെടുത്തത്. ഡാമുകളുടെ റിസർവറിൽ ജണ്ടയിട്ട് തിരിച്ച സ്ഥലത്തുനിന്ന് 20 മീറ്റർ ചുറ്റളവിൽ സമ്പൂർണ്ണ നിർമ്മാണ നിരോധനവും 100 മീറ്റർ ചുറ്റളവിൽ നിർമ്മാണങ്ങൾക്ക് എൻഒസിയും ഏർപ്പെടുത്താനാണ് നീക്കം. കെഎസ്ഇബിക്ക് 24 ഡാമുകളുള്ള ഇടുക്കി ജില്ലയെ തീരുമാനം പ്രതികൂലമായി ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് സർക്കാർ നീക്കത്തിനെതിരെ ബിജെപി ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഏതാണ്ട് 1,25,000 ആൾക്കാർ ഇടുക്കി ജില്ലയിൽ പട്ടയത്തിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ പട്ടയാപേക്ഷകളിൽ പട്ടയത്തിനുള്ള അപേക്ഷകളെല്ലാം വൃഥായി പോവും. ആൾക്കാർക്ക് തങ്ങളുടെ കിടപ്പാടിന് പട്ടയം കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ പുതിയ തീരുമാനം നയിക്കും. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ഒരു വലിയ ജനവികാരം ഈ കാര്യത്തിൽ കൊണ്ടുവന്നു വരണം. ബഫർ സോൺ പരിധി കൂട്ടിയാൽ കരിനിഴൽ വീഴുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ പട്ടയ സ്വപ്നങ്ങൾക്ക് മേൽ കൂടിയാണ്. കല്ലാർകുട്ടിയിലെ 10 ചെയിൻ മേഖലയിൽ 8000-ഓളം ആളുകളാണ് താമസിക്കുന്നത്. ഇവിടെ 3500 കുടുംബങ്ങൾക്ക് ഇനിയും പട്ടയം നൽകാനുമുണ്ട്. 3 ചെയിൻ മേഖലയിലെ 5000-ഓളം കുടുംബങ്ങളെയും ബഫർ സോൺ പ്രതികൂലമായി ബാധിക്കും. ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള ഡാമുകളിൽ ബഫർ സോൺ ഏർപ്പെടുത്തുമെന്ന ഉത്തരവ് പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചിരുന്നു. ജില്ലയിലെ പ്രതികൂലമായി ബാധിക്കുന്ന നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോയാൽ ജനകീയ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങുമെന്നും ബിജെപി നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.